ഇഡിയുടെ പരിശോധന എല്ലായിടത്തും തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് പുറമെ 21 ഇടങ്ങളിലാണ് ഈ പരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിലായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സംസ്ഥാനങ്ങളിലെ ഇഡി ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ പിന്നിടുകയാണ്. 7 മണിയോടുകൂടി അപ്രതീക്ഷിതമായി തന്നെ ഇഡി ഉദ്യോഗസ്ഥർ ഓഫീസിലും അതുപോലെ തന്നെ പ്രതികളുടെ വീട്ടിലുമൊക്കെ എത്തി പരിശോധന നടത്തി വരികയാണ്. SITയുടെ അന്വേഷണം ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇഡി കൂടി കളത്തിലിറങ്ങിയിരിക്കുന്നത്. അതായത് SIT ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നു. അതിൽ ആരൊക്കെയാണ് ഇവ കൈമാറിയത്, ആരൊക്കെയാണ് ഇത് ഏറ്റെടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇഡി ഈ പണമിടപാട് സംബന്ധിച്ച അന്വേഷണവുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ N വാസുവിന്റെ വീട്ടിൽ നിന്ന് സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, വാസുവിന്റെ വീട്ടിലും രാവിലെ തന്നെ ഇഡി എത്തിയിട്ടുണ്ടോ? ഈ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? നൌഫൽ, ശബരിമല സ്വർണ്ണക്കേസിലെ 3ാം പ്രതിയാണ് എൻ വാസു. 2019 ദേവസ്വം കമ്മീഷണറും അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു. 2019 ദേവസ്വം കമ്മീഷണർ ആയിരിക്കെയാണ് ഈ സ്വർണ്ണപ്പാളികൾ, ചെമ്പുപാളികൾ എന്ന് ഈ രേഖകൾ എഴുതിയ സമയത്ത് അദ്ദേഹം ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിനെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയിൽ 3ാം പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്യുകയും നവംബറിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പ്രധാനമായിട്ടും എൻ വാസുവിനെതിരെ കണ്ടെത്തിയിട്ടുള്ള കുറ്റങ്ങൾ, ഒന്ന്, ഈ 2019 ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ ശ്രീകോവിലിന്റെ സ്വർണം പതിഞ്ഞ ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി. പക്ഷെ അത് സ്വർണം പൂശിയതാണെന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ബോർഡിന് ഇത്തരത്തിലൊരു കത്ത് കിട്ടി എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിനെതിരെ ആരോപണമായിട്ട് വന്നത്. രണ്ടാമത്തെ കേസ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കട്ടടപ്പാളികൾ മിനിക്ക് ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് തിരിച്ചു പിടിക്കാൻ വേണ്ട നടപടികളും ഈ പറയുന്ന എൻ വാസു സ്വീകരിച്ചില്ല തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളായിരുന്നു അന്ന് എൻ വാസുവിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. തുടർന്നാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. താൻ നിരപരാധിയാണെന്നും തനിക്കിത് ഇതിൽ പങ്കൊന്നുമില്ലെന്നൊക്കെ തന്നെയായിരുന്നു എൻ വാസു പറഞ്ഞത്. പക്ഷേ ഈ നിർണായകമായിട്ടുള്ള ഈ തസ്തികകളിൽ ഇരുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ട എല്ലാ ഒത്താശയും എൻ വാസുവും ചെയ്തു നൽകി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. തുടർന്നാണ് അദ്ദേഹം ഈ കേസിലെ 3ാം പ്രതിയാവുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ 20 ഇടങ്ങളിൽ റെയ്ഡ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എൻ വാസുവിന്റെ തിരുവനന്തപുരം പേട്ടയിലുള്ള വീട്ടിലും റെയ്ഡ് നടക്കുന്നത്. റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുമെന്ന് പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ വീട് അടഞ്ഞു കിടക്കുകയാണ്. അവിടേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയെ ഉടൻ തന്നെ എത്തിക്കും. എന്നിട്ട് വീട് തുറന്ന് അവിടെയുള്ള പരിശോധനയും അല്പസമയത്തിനകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നിലവിലിപ്പോൾ തിരുവനന്തപുരത്ത് 4 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുന്നുണ്ട്. ഒന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനം, എൻ വാസുവിന്റെ വീട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്. നിർണായകമായിട്ടുള്ള പല രേഖകളും ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വ്യാപകമായിട്ടുള്ള റെയ്ഡുമായിട്ട് എത്തിയിട്ടുള്ളത്. കള്ളപ്പണം എന്തായാലും ഈ ഇഡി ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ പലയിടത്തും ആളില്ല. എന്തായാലും അവരെയൊക്കെ വിളിച്ചുവരുത്തി പരിശോധനയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മണിക്കൂറുകൾ ഈ പരിശോധന തുടരുമെന്നതിൽ യാതൊരു സംശയമില്ല അല്ലേ? തീർച്ചയായിട്ടും ദിവ്യ, മണിക്കൂറുകൾ എടുത്ത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന പലപ്പോഴായിട്ട് നമ്മൾ കണ്ട കേസുകളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. വിശദമായിട്ടുള്ള ഒരു റെയ്ഡ് തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികളുടെയും അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെയും വീടുകളിൽ നടക്കുന്നത്. രേഖകൾ എന്തെങ്കിലും കൃത്യമായിട്ട് കിട്ടുമോ, അതല്ല എന്തെങ്കിലും തൊണ്ടി മുതലും മറ്റുമൊക്കെ കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പരിശോധിച്ച് അവർക്ക് വേണ്ട രേഖകളൊക്കെ തന്നെ പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പക്ഷേ ഇന്നത്തെ ഈ റെയ്ഡ് അവസാനിപ്പിച്ചുകൊണ്ട് പോവുക. നിലവിൽ 7:15 കൂടി ആരംഭിച്ച റെയ്ഡാണ്. ഇപ്പോൾ സമയം 9 മണിയോടുകൂടി അടുക്കുകയാണ്. ഇതുവരെയായിട്ടും പൂർത്തിയായിട്ടില്ല. എന്തായാലും ഈ വിശദമായിട്ടുള്ള പരിശോധന നടത്തി ഈ കേസിന് ബലം നൽകാൻ വേണ്ട തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കുക എന്ന ലക്ഷ്യമായിട്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ പരിശോധന ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നടക്കുന്നത്. ദിവ്യ.
സിഡിയുടെ പരിശോധന തുടരുകയാണ്. ഇപ്പോൾ എൻ വാസുവിന്റെ വീട്ടിലും മുരാരി ബാബുവിന്റെ വീട്ടിലും പത്മകുമാറിന്റെ വീട്ടിലും ഒക്കെയാണ് ഇഡിയുടെ പരിശോധന പുരോഗമിച്ചു വരുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പരിശോധന തുടരുന്നുണ്ട്. RB സനൂപാണ് എൻ വാസുവിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സനൂപ, ഈ വാർത്തയറിഞ്ഞ നിരവധി ആളുകളൊക്കെ അവിടെ വീടിന് പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അവിടെ വീട്ടിൽ ഈ വാസുവിന്റെ ബന്ധുക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നോ ഇഡി ഉദ്യോഗസ്ഥരെത്തുമ്പോൾ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ എൻ വാസുവിന്റെ വീട്ടിൽ ആളുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച ശേഷം റെയ്ഡാണെന്ന് അവരെ സൂചിപ്പിച്ചതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ അകത്ത് കയറിയുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. CRPFന്റെ സുരക്ഷാ സംഘവും ഈ പരിശോധനാ സംഘത്തിനൊപ്പം ഉണ്ട്. അപ്പോൾ അങ്ങനെ സുരക്ഷ ഒരുക്കി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പരിശോധനയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ആളുകളൊന്നും തന്നെ ഇവിടെ തടിച്ചുകൂടുന്ന ആ ഒരു സ്ഥിതിവിശേഷമൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ റെയ്ഡ്, കാര്യക്ഷമമായിട്ടുള്ള റെയ്ഡ് തന്നെ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ട ഒത്താശ ചെയ്തു എന്നാണ് എൻ വാസുവിനെതിരെ ഇട്ടുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ. അദ്ദേഹമായിരുന്നു 2019 അന്ന് ദേവസ്വം കമ്മീഷണർ ആയിരുന്നത്. ദേവസ്വം കമ്മീഷണർ ആയിരിക്കെയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും അതേപോലെ കട്ടളപ്പാളികളും അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തുകയും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ട് അതിൽ സ്വർണ്ണം പൂശാൻ വേണ്ടി കൊടുത്തുവിടുകയും ചെയ്തു. അപ്പോൾ നേരത്തെ തന്നെ അത് സ്വർണം പൊതിഞ്ഞ പാളികളാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് തിരുത്താൻ വേണ്ട നടപടികളൊന്നും തന്നെ ചെയ്യാതെ എല്ലാ കാര്യങ്ങൾക്കും ഈ കൊള്ളയ്ക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു എന്നാണ് അദ്ദേഹത്തിനെതിരെ കണ്ടെത്തലുകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒപ്പം ചേർന്ന് ഇതിൽ ഗൂഢാലോചന നടത്തി